പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇസ്രായേലിൽ എത്തും. രാവിലെ 9 മണിക്ക് ഇസ്രായേലിലേക്ക് തിരിക്കുന്ന മോദിക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി മോദി പ്രത്യേക ചർച്ചയും നടത്തും. പ്രതിരോധം, സുരക്ഷ, തൊഴിൽ, വാണിജ്യം, AI, സാങ്കേതികവിദ്യ, അതുപോലെ കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഒപ്പിടും. പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണത്തിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങൾ നൽകുന്ന വിവരം. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി RK സിംഗ് നവംബറിൽ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഇസ്രായേൽ സേനയുടെ കരുത്തായ അയൺ ഡോം വാങ്ങുന്നതിനുള്ള പദ്ധതി ഇന്ത്യക്കുണ്ട്. ഇന്ത്യ-ഇസ്രായേൽ പങ്കാളിത്തത്തിലൂടെ കൈവരിച്ച സുപ്രധാന പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കൃഷി, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ എന്നിവയുൾപ്പെടെ സഹകരണത്തിന്റെ വിവിധ മേഖലകളിലെ കൂടുതൽ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ആഗോള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ ആരോ, മധ്യദൂര മിസൈൽ പ്രതിരോധത്തിനുള്ള ഡേവിഡ് സ്ലിംഗ് എന്നിവയും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ഇന്ത്യ-ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ആദ്യഘട്ട ചർച്ചയും കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. നാളെ സമാപിക്കും. 2017 നരേന്ദ്രമോദി ഇസ്രായേൽ ആദ്യമായി സന്ദർശിച്ചത്. 9 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി വീണ്ടും ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അതിന് തെരഞ്ഞെടുത്ത സമയം വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. US ആക്രമണം ഉണ്ടായേക്കുമെന്ന ആശങ്കയിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരോട് മടങ്ങാൻ നിർദ്ദേശിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി സമിതി യോഗത്തിൽ ചില അംഗങ്ങൾ വിമർശനം ഉയർത്തിയത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8 മണിക്ക് ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള ഭിന്നത കാരണം പ്രതിപക്ഷം മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചേക്കുമെന്നാണ് സൂചന. നെതന്യാഹുവിനൊപ്പം ജെറുസലേമിലെ മറ്റൊരു പരിപാടിയിലും മോദി പങ്കെടുക്കും. അതിനുശേഷം ഹോളോകാസ്റ്റ് സ്മാരകമായ യാദ് വാഷ്യം സന്ദർശിക്കും. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി ചർച്ചകൾ നാളെയാണ് നടക്കുക. മോദിയുടേത് ചരിത്ര സന്ദർശനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ പ്രാദേശിക സഹകരണം വരെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് എത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു താക്കീത് കൂടിയാണ്. ഇവർ തമ്മിലുള്ള പുതിയ ചർച്ചകളും അതുപോലെ തന്നെ കരാറുകളും വളരെയധികം നിർണായകമായിട്ടാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിലടക്കം വളരെയധികം നിർണായക മാറ്റങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നേക്കാം. അതിനുള്ള പ്രധാന കാരണമായി ഈ ചർച്ച മാറപ്പെടും. എന്തായാലും വലിയ സ്വീകരണമാണ് മോദിക്ക് ഇത്തരത്തിൽ ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. വാണിജ്യ രംഗത്തിലടക്കം വലിയൊരു മാറ്റം സംഭവിക്കാനുള്ള ധാരണാപത്രത്തിലാണ് ഒപ്പിടാൻ മോദി എത്തിയിരിക്കുന്നത്.